അംഗത്തിൽ അടവ് നയമോ എന്നാണ് ചോദ്യം. സുജയ, അംഗത്തിലിപ്പോൾ അൻവറിന്റെ ഒരു അടവ് നയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 4 സ്ഥാനാർത്ഥികൾ നിൽക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു അടവ് നയം പരീക്ഷിക്കുന്നത് PV അൻവറാണ്. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഈ പുല്ലും പൂവും നിയമസഭയിൽ അക്കൗണ്ട് തുറക്കും എന്ന മട്ടിലാണ് പ്രചാരണം നടത്തുന്നത്. പക്ഷേ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഒരു ദേശീയ പാർട്ടിയുടെ ഭാഗം എന്ന നിലയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പുല്ലും പൂവും ചിഹ്നം കിട്ടില്ല അൻവറിന്. ഒരു നേരത്തെ മത്സരിച്ചതുപോലെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കേണ്ടി വരും. ഇപ്പോൾ 12 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ സമയം കഴിയുമ്പോൾ അതിലാകെ അപരനുള്ളത് അൻവറിന് മാത്രമാണ്. അൻവർ സാദത്ത് എന്നുള്ള ഒരു അപരനാണ്. മറ്റ് 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കും LDF-നും UDF-നും NDA-ക്കും അപരന്മാരൊന്നും കളത്തിലില്ല. ഇനിയിപ്പോൾ പത്രിക പിൻവലിക്കുന്നത് കഴിയുമ്പോഴേക്കും കൃത്യമായിട്ടുള്ളൊരു ചിത്രം വ്യക്തമാകും. ഇവിടെ അൻവർ എങ്ങനെയാണ് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് എന്നത് കൂടി നമ്മൾ ആലോചിക്കണം. 2016-ലും 2021-ലും LDF-ലെ വോട്ടിനൊപ്പം തന്നെ UDF-ലെ അല്ലെങ്കിൽ കോൺഗ്രസിലെ അതൃപ്തരുടെ വോട്ടാണ് അൻവർ അധികമായി സമാഹരിച്ചത്. അപ്പോൾ ആ അധികമായി സമാഹരിച്ച വോട്ടുകൾ അത് ഇടതുപക്ഷത്തു നിന്നാണ് അൻവർ അടർത്തിയെടുക്കാൻ പോകുന്നത് എന്ന് UDF കണക്ക് കൂട്ടുമ്പോൾ കോൺഗ്രസിലെയും ലീഗിലെയും അതുപോലെ UDF-മായി ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കാലത്തൊക്കെ UDF-ന് വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് മലപ്പുറത്തെ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ തന്നെ. അപ്പോൾ അവരെയൊക്കെ അൻവറിന് കൂടെ കൂട്ടാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം ഇവിടെ നിൽക്കുകയാണ്. അൻവർ ഇപ്പോൾ ശ്രമിക്കുന്നത് ആ ഒരു രീതിയിൽ കൂടിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 10,000 to 25,000 എന്നൊരു ടാർഗറ്റ് വെച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 25,000 ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോട്ടറിയാണ്. ജയത്തെക്കാളും വലുതായിരിക്കും അൻവറിന് 25,000 വോട്ടൊക്കെ സമാഹരിക്കാൻ കഴിഞ്ഞു എന്ന് വന്നാൽ. അപ്പോൾ അതൊരു വലിയ രീതിയിലുള്ള ഒരു അൻവറിൻ്റെ ഒരു പ്രസക്തി കേരള രാഷ്ട്രീയത്തിൽ കൂട്ടുകയും ചെയ്യും. ഇവിടെ പക്ഷേ ഇപ്പോൾ അൻവർ പോരാടുന്നത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ സൂചിപ്പിച്ചതുപോലെ പിണറായി സത്തനെതിരെ പോരാടാനായിട്ടാണ് LDF-ൽ നിന്ന് കൊമ്പ് കുലുക്കി അവിടെ നിന്ന് MLA സ്ഥാനമൊക്കെ രാജിവെച്ച് അൻവർ ചാടി പുറപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ മത്സരിക്കുന്നത് സതീശൻ ഇസത്തിനെതിരെയാണ്, ഷൗക്കത്ത് ഇസത്തിനെതിരെയാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെയും VD സതീശനെയും തോൽപ്പിക്കാൻ വേണ്ടി അവർക്കെതിരായ കാര്യങ്ങൾ കൂടുതലായി പറയുമ്പോൾ PV അൻവറിന് പിണറായി വിജയനെതിരെ പറയാനുള്ള കാര്യങ്ങൾ മറന്നുപോകുമോ എന്നും കൂടി നമുക്ക് ഈ പ്രചാരണ ദിവസങ്ങളിൽ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ മറന്നു പോവുകയാണെങ്കിൽ, എന്തിനാണോ രാജിവെച്ചത് ആ കാര്യങ്ങൾ പറയാൻ മറന്നു പോവുകയാണെങ്കിൽ അത് സ്വരാജിന് അഡ്വാൻറ്റേജ് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അവസാന ഘട്ടത്തിൽ, പ്രത്യേകിച്ചും 4 സ്ഥാനാർത്ഥികൾ 4 മുന്നണികളായി. ഇപ്പോൾ അൻവറിന്റെ മുന്നണിയെ നമ്മളൊരു മുന്നണിയായി തന്നെയാണല്ലോ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 4 മുന്നണികൾ ചതുഷ്കോണ മത്സരം എന്ന് തന്നെ പറയുകയും ചെയ്യാം. ആം ആദ്മി പാർട്ടിയുടെ അംഗങ്ങളും ഉണ്ടായിരുന്നു ഇന്ന് അൻവറിന്റെ ഈ പ്രചാരണ റാലി ചന്തക്കുന്നിൽ നിന്ന് വരുമ്പോൾ. അതിൽ അവരുടെ കൊടികളൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റ് ബൈറ്റുകളൊക്കെ വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്തവണ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ആളുകളെല്ലാവരും കൃത്യമായി ഈ ഒരു സഖ്യത്തെക്കുറിച്ച് ദേശീയ തലത്തിൽ ഞങ്ങൾ ഒന്നിച്ചാണ് നിൽക്കുന്നത്, ഇവിടെയും അതിൻ്റെ ഒരു ആവർത്തനമാണ് എന്നൊക്കെ വളരെ സെൻസിബിളായിട്ട് ഉത്തരം പറയുന്ന സൗണ്ട് ബൈറ്റുകളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഈ കൊടി പിടിച്ച് വന്ന ആളുകൾ ചിലരൊക്കെ വളരെ കെയർഫുള്ളായിട്ട് ഞങ്ങളുടെ സംസ്ഥാന നേതാവ് ഉത്തരം പറയും എന്നൊക്കെ പറഞ്ഞ ആ ബൈറ്റിൽ നിന്ന്, ലൈവിൽ നിന്ന് മാറുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ മാഡം പറഞ്ഞതുപോലെ അന്ന് കണ്ടതുപോലെയല്ല, പാലക്കാടും ചേലക്കരയൊന്നും അല്ല, ഇവിടെ കുറച്ചുകൂടി കളം മാറ്റി പിടിച്ചിട്ടുണ്ട് അൻവർ എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ക്യാമ്പയിനിൽ മനുഷ്യന്റെ പിന്തുണ എന്ന് വരുമ്പോൾ മനുഷ്യനാണല്ലോ എല്ലാം, ഏത് പാർട്ടി ആയാലും മനുഷ്യനാണല്ലോ. അപ്പോൾ SDPI മനുഷ്യൻ്റെയും ജമാഅത്തെ ഇസ്ലാമി മനുഷ്യൻ്റെയും അങ്ങനെ എല്ലാ മനുഷ്യൻ്റെയും പിന്തുണയുണ്ടെങ്കിലേ ഇടതുപക്ഷത്തിന് ജയിക്കാൻ കഴിയൂ എന്നല്ലേ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഉത്തരമായി നമ്മൾ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് എനിക്ക് അരുൺ സാർ കേട്ടതാണല്ലോ. പാലക്കാട്ട് SDPI കോൺഗ്രസിന് വോട്ട് കൊടുത്തു എന്ന് പറയുന്ന അതേ ആളുകൾ ഇവിടെ എല്ലാവരുടെയും വേണമെന്ന് പറയുമ്പോൾ അതിൽ ഇതെല്ലാം പെടുമല്ലോ. അപ്പോൾ മനുഷ്യനാണ്, എല്ലാവരും മനുഷ്യരായിട്ട് ജനിച്ച ആളുകൾ തന്നെയാണ് പൗരന്മാരായി മാറുന്നതും വോട്ട് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്നതിൽ ഇതെല്ലാം വരുമെന്നുള്ളത് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇവിടെ അപ്പോൾ PV അൻവർ എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് സ്വരാജിനെ കുറിച്ച് പറഞ്ഞത്, ശബരിമല അയ്യപ്പനുമായി കണക്ട് ചെയ്ത് അന്ന് സ്വരാജ് നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇന്നെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ ആര്യാടൻ ഷൗക്കത്ത് അന്തരിച്ച പാണക്കാട് തങ്ങളെക്കുറിച്ച് പറഞ്ഞതും പറയുന്നുണ്ട്. ഞാനിതാണ് അൻവറിൻ്റെ അടവ് നയമായി കാണുന്നത്. അൻവർ 2 പേരെയും അവരുടേതായിട്ടുള്ള ഒരു സെന്റിമെന്റ്സ് ഇളക്കി വിടാനായിട്ടുള്ള ഒരു ശ്രമം PV അൻവർ നടത്തുന്നുണ്ട് എന്നാണ് ഈ പ്രചാരണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്. അത് എത്രത്തോളം ആളുകളിലേക്ക് ചെല്ലും എന്നതിനെ അനുസരിച്ചായിരിക്കും അൻവറിന് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം. ഇവിടെ ഇന്ന് പാണക്കാട് തങ്ങൾമാരിൽ അല്ലെങ്കിൽ പാണക്കാട് കുടുംബാംഗങ്ങൾ ആരും വന്നില്ല എന്നത്, അതിലിപ്പോൾ വിശദീകരണങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ അതിൽ ക്ഷണിക്കാൻ വൈകിപ്പോയി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമായി ഞാൻ കാണുന്നില്ല. കാരണം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയത് ഇന്നലെയും മിനിഞ്ഞാന്നും ഒന്നുമല്ല, ഹജ്ജിന് പോയിട്ട് കുറച്ച് ദിവസമായി. അതുപോലെ തന്നെ മുനവർ അലി തങ്ങൾ ഇവിടെ ഇല്ല എന്നതും ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്തതായി വിളിക്കേണ്ടത് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ തന്നെയാണ്. അപ്പോൾ ജില്ലാ പ്രസിഡന്റ് വേദിയിൽ വേണ്ട PK കുഞ്ഞാലിക്കുട്ടി മതി എന്ന് തീരുമാനിച്ചതാണോ എന്ന കാര്യം കൂടി അവിടെ ചർച്ചയാകുന്നൊക്കെയുണ്ട്. എന്തായാലും ചർച്ചയായി കഴിഞ്ഞപ്പോൾ നാളെ ഇപ്പോൾ പോത്തുകലിലുള്ള പരിപാടിയിൽ അബ്ബാസ് അലി തങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, അങ്ങനെ മഞ്ഞൊരുക്കുന്നു. പക്ഷേ തങ്ങൾ കുടുംബാംഗങ്ങൾ ആരും അങ്ങനെ
പ്രത്യക്ഷമായി വന്ന് ഞങ്ങളെ ക്ഷണിച്ചില്ല, ഞങ്ങൾക്കതിൽ പരിഭവമുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഇല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഇത് കഴിച്ചിലായി പോകും, ഒരു മലബാർ ശൈലിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ. അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്ത് ഈ പാണക്കാട് കുടുംബത്തിൻ്റെ ആത്മീയ പ്രവർത്തനങ്ങളൊക്കെ വിമർശിക്കുന്ന ഒരു വീഡിയോ ആ മണ്ഡലത്തിൽ നന്നായി കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ അതുമായി ചേർത്ത് വെച്ചൊക്കെയാണ് ഈ അസാന്നിധ്യത്തെ വിലയിരുത്തപ്പെടുന്നത്. PV അൻവർ വിഷയത്തിൽ ലീഗിനൊപ്പം തന്നെ പാണക്കാട് കുടുംബവും ഇടപെട്ടതാണ്. അപ്പോൾ അവിടെ കോൺഗ്രസ് ഒരു തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് വഴങ്ങാത്തതും അവിടെ ഒരു പ്രശ്നമായി നിൽക്കുന്നുണ്ട്. താങ്കൾ നോക്കുന്നതിൻ്റെ സമയം എനിക്ക് മനസ്സിലായി സമയമായി എന്നുള്ളതാണ്. ഇവിടെ KC വേണുഗോപാലൊക്കെ വന്ന് പറഞ്ഞ ഈ മലപ്പുറം ജില്ലയെ പിണറായി അപമാനിച്ചു എന്ന് പറയുന്നതും തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞതുമെല്ലാം ഒരേ വാഹനത്തിൽ പോകുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതേക്കുറിച്ച് നമുക്ക് നാളെ ചർച്ച ചെയ്യാമെന്ന് തോന്നുന്നു. എന്തായാലും PV അൻവർ ഒരു സ്പോയിലർ റെഡ് അലേർട്ട് ഇട്ടിട്ടുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. Meet the editors.